നമസ്കാരം. വടകരയിൽ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന ദൃശാനിക്ക് 1.15 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധി. വടകര MACT കോടതിയാണ് കേസ് തീർപ്പാക്കിയത്. തുക ഇൻഷുറൻസ് കമ്പനി നൽകണമെന്നും മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഇടപെടലാണ് കേസിൽ നിർണായകമായത്. അബോധാവസ്ഥയിൽ കഴിയുന്ന 9 വയസ്സുകാരി ദൃശാനിക്കും കുടുംബത്തിനും ആശ്വാസമാണ് കോടതി വിധി. ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത്. 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ സംഭവം നടന്ന് 10 മാസത്തിനു ശേഷം പോലീസ് കണ്ടെത്തുകയും വിദേശത്തേക്ക് കടന്നുകളഞ്ഞ പ്രതിയെ നാട്ടിലെത്തുകയും ചെയ്തത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് 7 മാസമായിട്ടും കുടുംബത്തിന് അപകട ഇൻഷുറൻസ് തുക ലഭിച്ചിരുന്നില്ല. കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പൊരുതുന്ന ദൃശാനിയുടെ തുടർ ചികിത്സയ്ക്ക് പാവപ്പെട്ട മാതാപിതാക്കൾ വലിയ സാമ്പത്തിക പ്രയാസമാണ് നേരിടുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17 രാത്രിയാണ് വടകര ചോറോട് വെച്ച് ദൃശാനെയും മുത്തശ്ശി ബേബിയും അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയത്. അപകടത്തിൽ ദൃശാനയുടെ മുത്തശ്ശി മരിച്ചിരുന്നു. മെഡിക്കൽ കോളേജിൽ കോമ സ്ഥിതിയിൽ കഴിയുന്ന ദൃശാനയുടെ ദുരിത ജീവിതത്തെക്കുറിച്ചും ഇടിച്ചിട്ട കാർ കണ്ടെത്താത്ത പോലീസ് അനാസ്ഥയെക്കുറിച്ചും നിരന്തരം ചെയ്ത വാർത്തകളെ തുടർന്നായിരുന്നു ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതും പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും. കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിന്റെ വിധി. അദാലത്തിലാണ് പ്രശ്നം തീർപ്പാക്കിയത്. 2024 ഫെബ്രുവരി 17 അപകടമുണ്ടായത്. 6 മാസത്തിലേറെക്കാലം പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇടിച്ചിട്ട വാഹനം ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇൻഷുറൻസ് തുക കിട്ടാത്ത അവസ്ഥയായിരുന്നു. 9 വയസ്സുകാരി ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ സംഭവം നടന്ന് 10 മാസത്തിനു ശേഷം പോലീസ് കണ്ടെടുക്കുകയും വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതി പുറമേരി സ്വദേശി ഷെജീലിനെ നാട്ടിലെത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബസ് ഇറങ്ങി ദേശീയപാത കുറുകെ കിടക്കുമ്പോഴാണ് ഷെജീലും കുടുംബവും സഞ്ചരിച്ച കാർ ഇവരെ വന്നിടിച്ചത്. അപകടം നടന്ന ഉടനെ കാർ മീത്തലങ്ങാടിയിലെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയാണ് പോലീസിന്റെ കണ്ണിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടത്. അസാധാരണമായ അന്വേഷണത്തിനൊടുവിൽ ഇടിച്ചിട്ട കാർ പോലീസ് കണ്ടെത്തുകയായിരുന്നു. അമ്മ മരിച്ചിട്ടും മോള് കിടപ്പിലായിട്ടും വർഷം 1 ആകാറായി. മെഡിക്കൽ കോളേജിലെ ചികിത്സ കൊണ്ട് പുരോഗതിയൊന്നും കാണുന്നില്ല. മോളൊന്ന് എഴുന്നേറ്റ് കണ്ടാൽ മതിയായിരുന്നു. ദൃശാനയുടെ അമ്മ സ്മിതയുടെ വാക്കുകൾ കേരളത്തിന്റെ നൊമ്പരമായിരുന്നു. ഷെജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തു വന്നപ്പോൾ അതെങ്കിലും ഉണ്ടല്ലോ എന്നാണ് കുടുംബം പറഞ്ഞത്. വാഹനാപകടങ്ങൾ കാരണം മരണം അല്ലെങ്കിൽ പരിക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ കാർ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ലഭിക്കുന്ന തുക മാത്രമാണ് സർക്കാരിൽ നിന്ന് ദൃശാനയുടെ കുടുംബത്തിന് ലഭിച്ചത്. ആവശ്യമായ ചികിത്സ കിട്ടുന്നില്ല. സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി ഇതുവരെ ആരും വിളിച്ചിട്ട് പോലുമില്ല. എല്ലാം വെറും വാക്കായി. കുടുംബം കടത്തിലാണ്. ദൃശാനയുടെ മകൻ സ്മിജിത്ത് പറഞ്ഞിരുന്നു. ഒടുവിൽ കുടുംബത്തിന് ആശ്വാസമേകുകയാണ് ഈ കോടതി വിധി.